ഞാൻ ഈ പ്രീതം കൂട്ടാലിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം തമിഴിനകത്ത് പ്രീതം പ്രേതം പ്രേതം പ്രീതം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പെർഫോമൻസ്. കാരണം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രീതത്തിനെ അല്ല ഇപ്പം നമ്മൾ ചെന്നൈയിൽ കാണുന്നത്. ശരിക്കും ഒരു പ്രേതം, ദ ബീസ്റ്റ് ഇൻ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന പോലെയാണ്, ഗ്രാസ് ഫീൽഡ് എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ചെന്നൈ എഫ് സിക്ക് വേണ്ടി നമ്മുടെ പ്രീതം കോട്ടാൽ കാഴ്ചവെച്ചത്. കാരണം ഈ ഒരു സീസണിൽ ചെന്നൈ എഫ് സിയുടെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് വിക്ടറി അവർ സ്വന്തമാക്കുമ്പോൾ പ്രതിരോധ നിരയിൽ നെടുനായകനായിട്ട് ആ ഒരു സ്ഥാനം ഒരു സോൾജിയർ കമാൻഡറെ പോലെ അടക്കി ഭരിച്ചത് പ്രീതം കോട്ടാലായിരുന്നു. തൻ്റെ പ്രതിരോധ യൂണിറ്റിനെ മുഴുവൻ അദ്ദേഹം ഏകോപിപ്പിച്ച് നടത്തി ഡിഫൻസീവ് യൂണിറ്റിലെ ഒരു യഥാർത്ഥ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലൊരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഇന്ന് മൊത്തത്തിൽ പ്രീതം കോട്ടാൽ കാഴ്ചവെച്ചത്. അതിൻ്റെ റിസൾട്ടും അവർക്ക് ഉണ്ടായി എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത കിടിലൻ പ്രകടനത്തിലൂടെ തന്നെയാണ് പ്രീതം കോട്ടാലും സംഘവും ഇന്ന് സമനില നേടിയെടുത്തത്. ഇർഫാൻ യാദവ് ആണ് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ബട്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദിസ് മാച്ച് ഈസ് ഇൻസെയിൻ. ബിക്കോസ് കിടിലൻ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം പ്രീതം കോട്ടാൽ കാഴ്ചവെച്ചു. ബ്ലാസ്റ്റേഴ്സിൽ കണ്ട പ്രീതത്തിനെ അല്ല നമ്മൾ ചെന്നൈയിൽ കാണുന്നത്. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിലും പ്രീതത്തിൻ്റെ ഡിബിൾ ഇതുപോലെ കിടിലമായിരുന്നു. പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ നിറമൊങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച പ്രീതമല്ല ചെന്നൈയിൽ കളിച്ചത്. അബ്സല്യൂട്ട്ലി ലൈക്ക് എ പ്രേതം ഇൻ ദ ഫീൽഡ് എന്ന് തന്നെയായിരുന്നു ഇന്ന് പ്രീതത്തിൻ്റെ പെർഫോമൻസ് വെച്ച് പറയാൻ.